ശ്രീ കെ പ്രേംകുമാർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ ഡി പ്രസേനൻ. സർ, ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ ഇന്റേണൽ പരീക്ഷയുടെ അനുപാതം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും അകാരണമായ വേട്ടയാടലുകൾക്ക് വിധേയമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് പരിഹരിക്കാൻ ആലോചിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ 4 വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി അധ്യാപക എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരുമോ? കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെൻറ്റ് നടത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 3 ചോദ്യമാണ്. ഇന്റേണൽ പരീക്ഷകൾ എന്നുള്ളത് ഇന്ന് സാർവത്രികമായിട്ട് ഇന്റേണൽ മാർക്സ് എന്നുള്ളത് സാർവത്രികമായിട്ട് എല്ലാ സർവകലാശാലകളിലും ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഒഴിവാക്കുന്നത് അനുയോജ്യമായ ഒരു കാര്യമല്ല. വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടാകുന്ന പക്ഷം അത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർവകലാശാല റെഗുലേഷനിൽ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റൻഡൻസ്, ഇന്റേണൽ മാർക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ ഫാക്കൽറ്റി അഡ്വൈസർ, കോഴ്സ് ഫാക്കൽറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ ഓഫ് 4 ഇയർ UG പ്രോഗ്രാം തുടങ്ങിയ വ്യക്തികളിലൂടെ, അതുപോലെ ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന പരാതി പരിഹാര സെല്ലുകൾ ഇവയുടെ സംയുക്ത സംവിധാനം പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അങ്ങനെ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കോളേജ് തലത്തിലും സർവകലാശാല തലത്തിലും പരാതി പരിഹാര സംവിധാനങ്ങൾ നിലവിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ, ഇന്റേണൽ മാർക്സിനെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പരാതി പരിഹാര സംവിധാനങ്ങളെ സമീപിക്കാവുന്നതാണ്. ഈ ഗ്രീവൻസ് റിഡ്രസൽ സെല്ലുകളെ ആക്ടിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് യൂണിവേഴ്സിറ്റി അമെൻമെൻറ്റ് ആക്ട് ഈ സഭയിൽ അവതരിപ്പിച്ചത്. നിർഭാഗ്യവശാൽ അതിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പുവെക്കാത്ത കാരണം ആ കാര്യം നിയമമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ട് അത്തരം സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്.